ഭൂമി ഏറ്റെടുക്കലാണ് പ്രശ്നം. ഭൂമി ഏറ്റെടുക്കലിന് കൂടുതൽ പണം തരാൻ സാധിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഭൂമി ഏറ്റെടുക്കലിന് 25% പണം ചെലവഴിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. 5600 കോടി രൂപയാണ് ഇക്കാണുന്ന ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കലിന് പണം കണ്ടെത്തിയത്. ദേശീയപാത വികസനത്തിന് ഇടിയുന്നത് വരെ വലിയ ആവേശമായിരുന്നു നമ്മുടെ സംസ്ഥാന സർക്കാരിന്. ദേശീയപാതയാണെന്നൊന്നൊരു നോട്ടം ഉണ്ടായിരുന്നില്ല. സംസ്ഥാന പാതയായിട്ടാണ് നമ്മുടെ നേതാക്കൾ അതിനെ കണ്ടത്. ഫ്ലെക്സ് വെക്കുന്നു, ഞങ്ങൾ അത് ചെയ്തു, ആന ചെയ്തു, ചേന ചെയ്തു എന്ന് പറയുന്നത് നമ്മൾ മുൻപ് കണ്ടു. ഇപ്പോഴും ഞാൻ കാണിച്ചു തന്നു, മറന്നു പോകാതിരിക്കാനാണ് അത് കാണിച്ചു തന്നത്. പക്ഷേ കൂരിയാട് ആ പ്രശ്നം സംഭവിച്ചതിന് ശേഷം ഓന്ത് നിറം മാറുന്നതിലും ഭംഗിയായിട്ട് നിറം മാറി നമ്മൾ ആ നേതാവിനെയും കണ്ടതാ. അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ദേശീയപാത വികസനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ പ്രവൃത്തി പുരോഗതി ഈ ഗവൺമെന്റ് 2021 മെയ് 20 അധികാരത്തിൽ വന്നതിന് ശേഷം എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പരിശോധിച്ചിരുന്നു. അതിന്റെ നിർമ്മാണം പൂർണ്ണമായും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് നടത്തുന്നത്. അലൈൻമെന്റ് മുതൽ നിർമ്മാണം വരെ. അനിഷ്ട സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണ്. അതിൽ സ്റ്റേറ്റ് ഗവൺമെന്റിന് ആ സമയത്ത് പറയേണ്ട ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറയും. മലപ്പുറം കൂരിയാട് നമ്മൾ കണ്ടതാണ്. റോഡ് ഇടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീഴുകയും മണ്ണ് നീങ്ങി വയലിലെത്തുകയൊക്കെ ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട നിർമ്മാണ അഴിമതി ജനങ്ങൾ ഉന്നയിച്ചതാണ്, അത് ബോധ്യപ്പെട്ടതുമാണ്. പക്ഷേ ഒന്നും തന്നെ ഇതുവരെ നമ്മുടെ സർക്കാരിന് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് അറിയില്ല. അതെല്ലാം തീർത്തിട്ടായിരുന്നു അവർ നിലമ്പൂരിലേക്ക് വരേണ്ടത്. ജനങ്ങളുടെ ഒരു ചോദ്യത്തിന് ഉത്തരം പോലും തരാൻ അവർക്ക് കഴിയാത്ത അവസ്ഥയിൽ അവരിന്ന് എത്തി. മേഗാ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് പല കേരളത്തിൽ ഈ ഒരു റീച്ചുകളിലുള്ള റോഡുകളെല്ലാം ചെയ്തത്. ഇപ്പോൾ വേറൊരു വാർത്ത കൂടെ മിനിറ്റുകൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു. കാസർഗോഡ് ബെവിഞ്ചയിൽ മണ്ണിടിച്ചിൽ. നമ്മൾ ആ വിഷ്വൽ കാണുന്ന സമയത്ത് നമുക്ക് ഷിരൂരൊക്കെ ഓർമ്മ വരും പെട്ടെന്ന്. അത്രയൊന്നും വലിയൊരു ആഘാതമോ അപകടമോ ഇല്ലാതെ അത് മാറിപ്പോയി. നമ്മുടെ ഭാഗ്യം. ഇവിടെ കൂരിയാട് സംഭവിച്ചതും നമ്മുടെ ഭാഗ്യമാണ്. ആളപായങ്ങളൊന്നുമില്ല. ഇന്ന് കാസർഗോഡ് സംഭവിച്ചതും അത് തന്നെയാണ്. ആളപായങ്ങളൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഒരു ഭീകരത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ആയിരക്കണക്കിന് ആളുകൾ ഒരു സമയം യാത്ര ചെയ്യുന്ന ഒരു വഴിയാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത്? അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് ഇന്നും അന്വേഷിക്കാൻ വയ്യ. കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് പ്രവചനാതീതമാണ് എന്ന് കാലങ്ങളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ കാലാവസ്ഥയെ നേരിടാൻ പറ്റിയ ഒന്നും തന്നെ സർക്കാർ അവിടെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ആദ്യം നമുക്ക് അവിടെ മണ്ണിടിച്ചിൽ ഉണ്ടായത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഭീകരമാണ് ആ കാഴ്ച. നമ്മൾ കാണുന്നുണ്ട് ഒരു കാറ് വന്ന് പോകുന്നതെല്ലാം. ജീവനിൽ പേടിച്ചിട്ടായിരിക്കാം ആ പാവം അങ്ങനെ ഓടിപ്പോയത്. പേടിക്കണം. നമ്മൾ ഹൈവേയുടെ താഴത്ത് കൂടെ പോകുമ്പോൾ, ഞാൻ ഇതിനു മുമ്പും ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്ത സമയത്ത് ഞാൻ തന്നെ പറഞ്ഞിരുന്നു, ചൈന വൻമതിലിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ കെട്ടിപ്പൊക്കി എന്നുള്ളത്. അത് പലരും ഫേസ്ബുക്കിലും മറ്റും കുറിച്ച കുറിപ്പുകളുടെ ഒരു ഭാഗം മാത്രമാണത്. ഏത് സമയം അത് ഇടിഞ്ഞ് താഴോട്ട് വീഴുമെന്നുള്ള അവസ്ഥയിലാണ് അതിൻ്റെ താഴെ സർവീസ് റോഡിലൂടെ പോകുന്ന പല ജനങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അതും കൂരിയാട് അപകടം നടന്നതിന് ശേഷം വന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, കാസർഗോഡ് ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ നടന്നു. അവിടെ ഇന്ന് ജനങ്ങളെ അടുത്ത് എത്തി മാധ്യമപ്രവർത്തകരോട് ജനങ്ങൾ പറഞ്ഞു, ഇത് ഞങ്ങൾ മുൻപേ പറഞ്ഞതാ. അത് തന്നെയാണ് നമ്മൾ കൂരിയാടും കേട്ടത്. ജനങ്ങൾ പറഞ്ഞതാണ് ഇത് ഇവിടെ നടപ്പാക്കാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പാടത്തിനെയാണത് സെപ്പറേറ്റ് ചെയ്ത് 2 ഭാഗമാക്കിയിട്ടാണ് അത് എംബാർക്ക് ചെയ്ത് പോയിട്ടുള്ളത്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇതിൽ ശരിക്കൊരു നിഗൂഢതയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അവിടെ എന്നെ നെല്ലിക്കുന്ന് MLA ആണ്, കാസർഗോഡ് MLA. അദ്ദേഹം പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് DPR ജനപ്രതിനിധികൾക്ക് DPR കൈമാറിയിട്ടില്ല, അവർ അത് കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. മാസാമാസം മീറ്റിങ്ങുകൾ നടത്തി DPR ആവശ്യപ്പെട്ടിട്ട് പോലും അവരുടെ കയ്യിൽ എത്തിയിട്ടില്ല. അപ്പോൾ ഇതിൽ നിഗൂഢതയുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇതിലൂടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പായി എന്നതും വ്യക്തമാണ്. എന്തു തന്നെയായാലും ജനങ്ങളുടെ വേദനയൊന്നും ആർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. എന്തായാലും വോട്ട് പിടിക്കുന്നതിനിടയിൽ ഇത്തരം കാര്യങ്ങൾക്ക് കൂടി സർക്കാർ ചെവി കൊടുത്താൽ നന്നായിരിക്കും. വലിയ അപകടങ്ങൾ ഒളിഞ്ഞിരിക്കുകയാണ് ദേശീയപാതയിൽ. വളവ് നൂർത്തി അപകടങ്ങൾ കുറയ്ക്കുമ്പോൾ മണ്ണിടിഞ്ഞ് അപകടങ്ങൾ കൂടുന്ന അവസ്ഥയിലേക്ക് ദേശീയപാത മാറിയിരിക്കുകയാണ്. നടന്ന അഴിമതികൾ തെളിയിക്കപ്പെടണം.
നടന്ന തെറ്റുകൾ തിരുത്തി പുതുക്കി പണിയുകയും വേണം.